മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിന്റെ കണക്കുകൾ പുറത്ത്. ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഖണ്ഡിക്കുന്നതാണ് നിയമസഭാ രേഖയിലെ പരാമർശങ്ങൾ. കാലിത്തൊഴുത്തിന് 40 ലക്ഷം എന്ന് പറയുന്നത് പോലെ അസംബന്ധമായ ഒരു പ്രചാരവും ഈ ഭൂലോകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തെല്ലാം പ്രചാരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം. ക്ലിഫ് ഹൌസിലെ തകർന്ന മതിൽ കെട്ടാനാണ് തുക അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. താനല്ല നിർമ്മാണത്തിന്റെ കണക്ക് തയ്യാറാക്കിയതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്നും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ പണം അനുവദിച്ചതിന്റെ രേഖകൾ ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിലാണ് സഭയിൽ അവതരിപ്പിച്ചത്. മരാമത്ത് വകുപ്പാണ് സർക്കാർ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൌസിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയത് 1.85 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വകുപ്പിന്റെ രേഖകളിൽ പറയുന്നു. ക്ലിഫ് ഹൌസിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്തും നിർമ്മിക്കാൻ 34.12 ലക്ഷം രൂപ ചെലവഴിച്ചതായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖ. 2022 ജൂണിലാണ് കാലിത്തൊഴുത്തും മതിലിന്റെ ഒരു ഭാഗവും നിർമ്മിക്കാൻ മരാമത്ത് വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിന്റെ പരിപാലനത്തിനായി 1.85 കോടി കൂടാതെ 38.47 ലക്ഷവും ചിലവഴിച്ചു. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നീന്തൽക്കുളത്തിന്റെ പരിപാലന ചുമതല നൽകിയത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കാലത്താണ് കുളം നിർമ്മിച്ചത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കുളം നവീകരിച്ചത്. നവീകരണത്തിനായി 18,06,785 രൂപയും റൂഫിന്റെ ട്രസ് വർക്കുകൾക്കും പ്ലാൻ റൂമിന്റെ നവീകരണത്തിനുമായി 7,92,433 രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി 5.93 ലക്ഷം രൂപയും ചെലവഴിച്ചു. നീന്തൽക്കുളത്തിന്റെ ഒന്നാം ഘട്ട പരിപാലനത്തിനായി 2.28 ലക്ഷം രൂപയും രണ്ടാം ഘട്ട പ്രവർത്തികൾക്കായി 2.51 ലക്ഷം രൂപയും മൂന്നാം ഘട്ട നവീകരണത്തിനായി 3.84 ലക്ഷം രൂപയും നാലാം ഘട്ട നവീകരണത്തിനായി 3.84 ലക്ഷം രൂപയും അനുവദിച്ചു. കെട്ടിട നവീകരണവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൌസിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെലവഴിച്ച തുകയും ഇങ്ങനെയാണ്. ലിഫ്റ്റ് 16,29,462, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ലൈൻ എന്നിവയ്ക്ക് 4,89,019, ജീവനക്കാരുടെ വിശ്രമമുറിക്കായി 72,45,703, പെയിന്റിങ്ങിനായി 6,89,194, മുഖ്യമന്ത്രിയുടെ ഓഫീസ് റൂമിലെ നിലത്തെ പലകകളുടെ അറ്റകുറ്റപ്പണിക്കായി 6,12,603, ചാണകക്കുഴിക്കായി 3,52,493, മതിലിനും കാലിത്തൊഴുത്തിനുമായി 34,12,277, ശുചിമുറിയും അനുബന്ധ അറ്റകുറ്റപ്പണിക്കും 1,03,047, സീലിംഗിനും കിച്ചൺ കബോർഡിനുമായി 2,42,247, ഷീറ്റ് റൂഫിലെ ഗ്രില്ലിനു വേണ്ടി 97,607, ഗാർഡ് റൂമിലെ അനുബന്ധ ജോലികൾക്കായി 1,36,472, മുറികളിലെ ഫ്ലോറിംഗിനും കിച്ചൺ ഷെൽഫിനുമായി 68,654 രൂപയും സുരക്ഷയ്ക്കായി 28,72,540 രൂപയും 4,30,170, ശുചിമുറി നവീകരണത്തിനായി 1,42,127 രൂപയുമാണ് ചെലവഴിച്ചത്. എന്നാൽ ക്ലിഫ് ഹൌസ് ഉപയോഗിക്കാത്ത മുഖ്യമന്ത്രിമാരുമുണ്ട്. 1977 AK ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ അജന്ത ബംഗ്ലാവായിരുന്നു ഔദ്യോഗിക വസതി. കെ കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് 1995-96 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ജനവും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2005-06 കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൌസുമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത്. ധനമന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമനും ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൌസ് ഉപയോഗിച്ചിട്ടുണ്ട്.